ഞാൻ ഫാദർ ജോസഫ് കുരീക്കൽ ഇവിടെ ഈ സെൻറ്റ് ജോസഫ്സ് കോനൂർ ഇടവകയിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളമായി. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, പരിശ്രമിക്കുന്നു. ഈ പോപ്പ് മിഷൻ ധ്യാനം നടത്തുവാനായിട്ട് വളരെ നേരത്തെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ അതിനെ പരിശ്രമിക്കുന്നതാണ്. പിന്നീടാണ് ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. ഇപ്പോൾ ഈ സെപ്റ്റംബർ 10 മുതൽ 15 വരെ നടന്ന ഈ പോപ്പ് മിഷൻ ധ്യാനം ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു അനുഭവമായിരുന്നെന്ന് പറയാം. 400ഓളം വീട്ടുകാരാണ് നമുക്കുള്ളത് ഇവിടെ താമസിക്കുന്നവർ. 440 വീട്ടുകാരുണ്ട്. പക്ഷേ 400ഓളം വീട്ടുകാരാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ ഒരു 2 മാസത്തോളം വളരെ തീവ്രമായി ഈ ഇടവയെ ഒരുക്കുന്നുണ്ടായിരുന്നു. ആ ഒരുക്കമെല്ലാം ഇതിൻ്റെ ഫലപ്രാപ്തിക്ക് ഇടയാക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 2 സെൻറ്ററുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും മഴയുടെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിൻ്റെ പേരിൽ അവസാന നിമിഷത്തിൽ നമുക്ക് ഇടവകയിലെ ഐഷോളിലേക്ക് ഈ ശുശ്രൂഷാ ക്രമങ്ങളെല്ലാം മാറ്റേണ്ടി വന്നു. അതും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ ഇടവകയിലെ 95% ആളുകളും ആരംഭം മുതൽ വന്നില്ലെങ്കിൽ തന്നെയാലും 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാ ശുശ്രൂഷകളിലും കാലത്തും വൈകുന്നേരവും പങ്കെടുക്കുവാൻ സാധിച്ചു. കൂടാതെ അവസാനമായപ്പോഴേക്കും ഇതൊരു വലിയൊരു തീവ്രമായ ഒരു ദൈവാനുഭവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ഒരു വലിയ പ്രാർത്ഥനാനുഭവത്തിൻ്റെ നിമിഷങ്ങളായി ദിവസങ്ങളായി മാറിയെന്നുള്ളതാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഏറെ സന്തോഷമുണ്ട്. പോപ്പുലർ മിഷൻ്റെ ഈ സമാപന ദിവസം അല്പസമയം നിങ്ങളോടൊത്ത് ചിലവഴിക്കാൻ കഴിയുന്നതിൽ പ്രത്യേകിച്ച് ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു സന്തോഷം. കുരീക്കലച്ചൻ വളരെ മനോഹരമായിട്ട് ചിരിക്കുന്നു, അതുപോലെ തന്നെ മാരിപ്പാട്ടച്ചനും വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത്ര സന്തോഷത്തിന് കാരണം എന്താണ്? എന്നോട് പറഞ്ഞു, മാരിപ്പാട്ടച്ചനാണ് പറഞ്ഞത്, ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ ഏറ്റവും സജീവമായതും ഏറ്റവും ഭംഗിയായും ക്രമീകരിച്ചിരിക്കുന്ന ഒരു ധ്യാനമാണ് ഇവിടുത്തെ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ആർക്കാ സന്തോഷം ഉണ്ടാകാത്തത്? അതുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കുരീക്കലച്ചൻ പറഞ്ഞു, ഈ ധ്യാനത്തിന് പോപ്പുലർ മിഷൻ ധ്യാന കൺവെൻഷനായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനും അറിയുന്നുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം അച്ഛൻ വാട്സപ്പ് മെസ്സേജ് വഴി മറ്റുള്ള സംവിധാനങ്ങൾ വഴിയെല്ലാം എല്ലാവരെയും അറിയിക്കാറുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന തേടാറുണ്ട്, എല്ലാവരോടും അച്ഛൻ സഹായ സഹകരണങ്ങൾ തേടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ വളരെ ഭംഗിയായും കൃത്യമായും ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥ പോലും അനുകൂലമായൊരു സാഹചര്യമാണ്. ഈ ദിവസം നാം ചിന്തിക്കേണ്ട സമാപന ദിവസം എനിക്ക് തോന്നുന്നു എത്രമാത്രം സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഓരോ ദിനവും പരിപാലിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദിവസങ്ങൾ ഇന്നലെയും ഇന്നും ഒക്കെയുടെ പത്രം വായിക്കുമ്പോൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന 1-2 വാർത്തകളുണ്ടായിരുന്നു. കടമക്കുടിയിൽ ഒരു കുടുംബത്തിലെ 4 പേര് അവർ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. തമ്പുരാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ തീരുമാനിച്ചങ്ങ് മടങ്ങിപ്പോയി. ഒരു പയ്യന് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തില്ല എന്നുള്ള പരിഭവം കൊണ്ട് അവനും
സ്വന്തം ഇഷ്ടപ്രകാരം മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ വിഷമങ്ങളും നൊമ്പരങ്ങളും ജനത്തിൻ്റെ വേദനകളും ഓരോ വ്യക്തിയുടെയും പരിഭവങ്ങളുമെല്ലാം ഓരോ ദിനവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. അതിനു മധ്യേയും നമ്മൾ ചോദിക്കും, എനിക്ക് കർത്താവിൽ ആശ്രയിച്ച് അതിന് പരിഹാരം കാണാൻ കഴിയുമോ? ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നിങ്ങൾ വന്നപ്പോൾ തീർച്ചയായും ആരംഭ ദിനത്തിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ ആശങ്കകൾ ഉണ്ടായി കാണാം, നൊമ്പരങ്ങൾ ഉണ്ടായി കാണാം, ജീവിതത്തിലെ പ്രതിസന്ധികളും ജീവിതത്തിലെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കാണാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി മഞ്ഞുമലയിൽ മഞ്ഞുരുകി പോകുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പോയിട്ടുണ്ടാകില്ല. പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആദ്യം പോയി കാണും. കാരണം നമ്മെ കാണുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത. അതാണ് ഈ ധ്യാനം നമുക്കായി നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനം. എന്നെ അറിയുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നെ അറിയുന്ന ദൈവം എല്ലാം എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒരു കൊച്ചു കഥ 1903 ഇറങ്ങിയൊരു ചെറുകഥയാണ്. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല എന്നുള്ള ഒരു ചെറുകഥയാണ്. ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അമേരിക്കയിൽ വെച്ച് എഴുതിയ ഒരു കഥയാണ്. ഈ കഥയുടെ ഇതിവൃത്ത പ്രകാരമാണ് ജോൺസി എന്ന് പറയുന്നൊരു പെൺകുട്ടി അന്ന് ന്യൂമോണിയ ബാധിച്ച്, ഇന്ന് നമുക്ക് പക്ഷേ കോവിഡ് എന്നൊക്കെ പറയാം, നിപ്പ എന്നോ കോവിഡ് എന്നൊക്കെ പറയാം, വലിയ ചികിത്സയൊന്നുമില്ല. ന്യൂമോണിയ ബാധിച്ച് മരണത്തെ മുന്നിൽ കണ്ട് ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി കഴിയുകയാണ്. അവൾ കിടക്കുന്ന മുറിയിൽ നിന്ന് ജനാലയിൽ കൂടി അപ്പുറത്തേക്ക് നോക്കിയാൽ തൊട്ടപ്പുറത്തുള്ള ഒരു ഭിത്തിയിൽ പടർന്നു കയറിയിരിക്കുന്ന ധാരാളം ഇലകളുള്ള ഒരു ചെടി കാണാം. മഞ്ഞുകാലം വരുന്നു. ആ ചെടിയിലെ ഇലകൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീഴുന്നു. ശരത്കാലം അവസാനിച്ച് മഞ്ഞുകാലം വരുമ്പോൾ സ്വാഭാവികമായും ചെടികളിൽ സംഭവിക്കുന്നതാണ്. എങ്ങനെയോ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നുകൂടി, ആ ചെടിയുടെ ഇലകൾ ഓരോന്നും കൊഴിഞ്ഞു വീഴുമ്പോൾ എൻ്റെ ആയുസ്സിൻ്റെ ഓരോ ദിനവും കൊഴിഞ്ഞു വീഴുകയാണ്. അങ്ങനെ എണ്ണം കുറഞ്ഞു, 10ൽ താഴെയായി, 6, 5, 4 അങ്ങനെയായി അവൾ മരണത്തെ മുഖാമുഖം കാണുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ ആകപ്പാടെ ഒരില മാത്രമുണ്ട്. അവൾക്ക് ഉറപ്പാണ്, ക്ഷീണവും കൂടി വരുന്നു, രോഗം അത് മൂർച്ഛിച്ചു വരുന്നു, മരണം പുൽകാൻ മണിക്കൂറുകൾ മാത്രം, 24 മണിക്കൂർ മാത്രം ബാക്കി എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നു. അടുത്ത ദിവസം എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന അവൾ തനിയെ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ആ ജനാലയ്ക്കപ്പുറത്ത് ആ ചെടിയിൽ ഒരു പച്ചില അപ്പോഴുമുണ്ട്. അവൾക്ക് അത്ഭുതമായി, എന്തുകൊണ്ട് അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീണില്ല? അടുത്ത ദിവസം കൊഴിഞ്ഞു വീഴുമായിരിക്കും അവൾ ചിന്തിച്ചു. എന്നാൽ അടുത്ത ദിവസവും ആ ഇല കൊഴിഞ്ഞു വീണില്ല. മഞ്ഞ് കൂടി വന്നു, ഇല മാത്രം വീണില്ല. അവളുടെ അസുഖം മാറി സൗഖ്യം പ്രാപിച്ചു. പിന്നീടാണ് അവൾ അറിയുന്നത്, അവൾ താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്ത് ബേമർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു നല്ല കലാകാരൻ താമസിച്ചിരുന്നു. അവൻ അറിഞ്ഞു ഈ ജോൺസി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇപ്രകാരം മനസ്സിൽ ചിന്തയുണ്ടെന്നും അവസാനത്തെ ഇല കൊഴിഞ്ഞു വീണാൽ അവൾ മരിക്കുമെന്ന ചിന്തയുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ആ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ ആ പച്ചച്ചെടിയിൽ അവസാനത്തെ ഇല നിന്നിരുന്ന ഇടത്ത് ഒരു ഇല പെയിന്റ് കൊണ്ട് വരച്ചു ചേർത്തു. ആ ചെറുപ്പക്കാരനാകട്ടെ മഞ്ഞിൽ ഇരുന്നത് കൊണ്ട് ന്യൂമോണിയ ബാധിച്ച് മരിച്ചും പോയി. ആ ജോൺസി എന്ന ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് കൊഴിഞ്ഞു വീഴാത്ത ഇലയാണ്. ഒരുപക്ഷെ ആ ഇല ഇല്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതം പൊലിഞ്ഞു പോകുമായിരുന്നു ആ ദിനങ്ങളിൽ തന്നെ. സ്നേഹമുള്ളവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നതും നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ക്ഷണിക്കുന്നതും വിശ്വാസത്തിൻ്റെ പച്ചപ്പുള്ള ഈ ഇല കാണിച്ചുകൊണ്ടാണ്. അത് നമ്മുടെ തമ്പുരാനാണ്. കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതത്തെ മുഴുവനും പ്രത്യാശയോടെ നയിക്കണമെന്ന വലിയ ചിന്തയാണ് നമുക്ക് ലഭിക്കുക. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം വിവിധങ്ങളായ വിഷയങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി. ഈ കടന്നുപോയപ്പോഴെല്ലാം
തമ്പുരാനിൽ പ്രത്യാശ അർപ്പിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ദിനവും നമ്മളെല്ലാം ധ്യാനിച്ചത്. നാം ഹൃദിസ്ഥമാക്കേണ്ടത് ഈ ചിന്തയാണ്: എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യം. ഓരോ നിമിഷവും ഞാൻ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിൽ കൂടെയാണെങ്കിലും, കടൽ പോലെ ആർത്തലയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ടായാലും, കടന്നു പോകാൻ കഴിയാത്ത വിധം പർവ്വതം കണക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെയെല്ലാം ശാന്തമായി കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്നേഹനിധിയായ തമ്പുരാൻ കൂടെയുണ്ടെന്ന ചിന്ത. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ശിരസ്സു കുനിച്ച് എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഈശോയെ നോക്കി പാടിക്കുകയും ആരാധന, കൈകൾ കൂപ്പി ആരാധന, ആരാധന, ആരാധന. ചേർന്ന് പാടൂ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. അല്പം കൂടെ സ്വരത്തിൽ പാടിക്കേ. ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വചന ശുശ്രൂഷയിലൂടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഇന്നലകൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനം നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ഒരുപക്ഷെ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ടാവാം, പല ശുശ്രൂഷകളിലും പങ്കെടുത്തിട്ടുണ്ടാവാം. എന്നാൽ ഈ നിമിഷം നീ വിശ്വസിക്കണം, ഈ ധ്യാനം, ഈ പോപ്പുലർ മിഷൻ ധ്യാനം എൻ്റെ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നൊരു ധ്യാനമാണ്. ഈ ധ്യാന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നിനക്ക് വ്യക്തമായ ചില അഭിഷേക മേഖലകൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ ആരുടെയും കഴിവ് നോക്കിയിട്ടല്ല, മറിച്ച് ദൈവത്തിന് നമ്മളെ അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ്. കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഏത് മേഖലയിലാണോ പരിശുദ്ധാത്മാവ് നിന്നെ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലകൾ ഈ സമയം പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാവാം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ സംസാരത്തെ ശ്രദ്ധിക്കണമെന്നാവാം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ സംസാരം കുടുംബങ്ങളിൽ എത്രയധികം വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ, ചില കാര്യങ്ങൾ പറയാതിരുന്നെങ്കിൽ, കുത്തുവാക്കുകൾ പറയാതിരുന്നെങ്കിൽ, വേദനിപ്പിക്കാതിരുന്നെങ്കിൽ,
പരാതി പറയാതിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഈശോയെ, എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ശക്തിയും ബലവും നൽകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സമ്മാനിച്ചൊരു കൃപയാണ് കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള കൃപ. ഒരുപക്ഷെ നമ്മുടെ പലപ്പോഴും ഒത്തിരി സമയം മുഴുവൻ ചെലവഴിക്കുന്നത് മൊബൈൽ ഫോൺ നോക്കി, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഇത്യാദി പല കാര്യങ്ങളുടെയും പുറകിലാണ്. പലതും കണ്ട് കണ്ട് നമ്മുടെ കണ്ണിൽ തിന്മ ആസക്തിയായിട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്നലകളിലെ ചില ഓർമ്മകൾ ചിലരെ വേട്ടയാടുന്നുണ്ടല്ലോ. ഇന്നലകളിൽ സംഭവിച്ചു പോയ ചില തെറ്റുകൾ, ചില തെറ്റായ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിച്ചില്ലേ? ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ? അല്പം കൂടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ? കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ സമയം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പറന്നിറങ്ങുകയാണ്. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇതാ സമ്മാനിക്കുന്നു. 1-2 പേരുടെ മേലല്ല, വചന ശുശ്രൂഷ നടത്തുന്നവരുടെ മേലല്ല, ഗാന ശുശ്രൂഷ നടത്തുന്നവരുടെ മേലല്ല, മറിച്ച് ഓരോരുത്തരുടെ മേൽ ഇതാ പരിശുദ്ധാത്മാവിനെ സമ്മാനിക്കുന്നു. എൻ്റെ പ്രിയരെ, 2 കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചേ. 2 കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചേ, കണ്ണടച്ചേ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവെ അതിശക്തമായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ഈ സമയം കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയെ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, കാരണം ഈശോ ഒരു വ്യക്തിയുടെ പേരാണ്. എന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവെ എന്ന് നമ്മൾ വിളിക്കണം, കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവെ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ നിറയാൻ തുടങ്ങും. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ രക്തധമനികളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ നിർജീവ കോശങ്ങളിലേക്ക്, രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ സമയം ശുശ്രൂഷയിൽ ഒരുപക്ഷെ അശ്രദ്ധമായിട്ട് നിൽക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന ദുരാത്മാവിന്റെ മേല് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ തലയിൽ ഇപ്പോൾ ഓർമ്മ പോലെ കടന്നു വരുന്ന ചില സംഭവങ്ങൾ, ചില വ്യക്തികളുടെ മുഖങ്ങൾ, ചില വ്യക്തികൾ, സംഭവങ്ങളൊക്കെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ സമയം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്ക്. പരിശുദ്ധാത്മാവേ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അസ്വസ്ഥപ്പെടാതെ പ്രാർത്ഥിച്ചേ, ശ്രദ്ധ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിച്ചേ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചോ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ശ്രദ്ധ കിട്ടുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, എത്ര പഠിച്ചിട്ടും തലയ്ക്കകത്ത് കയറുന്നില്ല, തെറ്റായ ചില കൂട്ടുകെട്ടുകളുണ്ട്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും അനുസരണക്കേടിന്റെ ദുരാത്മാവ് എന്നിങ്ങനെ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഈ കുട്ടികളോട് ചേർന്നുണ്ടാവാം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സമയം 2 കരങ്ങൾ ശിരസിൽ വെച്ച് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. വളരെ സാധാരണക്കാരിയായിരുന്ന മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അസാധാരണ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിവുള്ളവളായി മറിയത്തെ പരിശുദ്ധമ്മ ഉയർത്തി. ഈ സമയം പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് പറയുക. എല്ലാവരും ഈ സമയം മറ്റൊന്നും ചിന്തിക്കണ്ട, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. ക്ഷീണിച്ച കൈകൾ ഉയർത്തപ്പെടട്ടെ, മരവിച്ച കൈകാലുകളിലേക്ക് ശക്തി വ്യാപരിക്കപ്പെടട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നമ്മൾ ഉയർത്തിയ കൈകൾ ശൂന്യമാണ്. ഈ ശൂന്യമായ കൈകളിലേക്ക് ദൈവത്തിന്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവ് ചൊരിയപ്പെടും.
നീ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് സാരമില്ല. കൈകൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കൂ. സ്വരമുയർത്തി ഒന്ന് വിളിക്കൂ. കുട്ടികളെ വിളിക്കൂ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കൂ. സ്വരമുയർത്തി. പോരാ പോരാ. നാവ് തുറക്കപ്പെടട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ബുദ്ധിയുടെ കെട്ടഴിയട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് വിളിക്ക്. പോരാ പോരാ പോരാ. സ്വരമുയർത്തി സ്വരമുയർത്തി നാവ് തുറന്ന് ഈ ആലയത്തിൽ നിന്ന് നീ വിളിക്കുമ്പോൾ നിന്റെ വീട്ടിലെ കെട്ടുകൾ അഴിയപ്പെടും. പാരമ്പര്യ രോഗപീഠകൾ അഴിയപ്പെടും. നിന്റെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക പീഡകൾ അഴിയും. പോരാ പോരാ പോരാ. കൈകൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേർന്നെല്ലാവരും പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പോൾസൺ വല്ലൂരാൻ, കോനൂര് ഇടവകയിലെ സെൻറ് ആൻഡ്രൂസ് യൂണിറ്റ് പ്രസിഡൻ്റാണ്. പാരിഷ് കൗൺസിൽ മെമ്പറാണ്. കോനൂർ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ ഞങ്ങളുടെ വികാരി അച്ഛനായിട്ട് വന്ന ജോസഫ് കുര്യക്കലച്ഛൻ വന്നിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി. അച്ഛൻ ഈ പള്ളിയിൽ വരുമ്പോൾ തുടങ്ങി അച്ഛന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. മുൻപേ അച്ഛന് പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്നുള്ളത്. ഞാൻ അച്ഛനോട് വന്ന് അന്വേഷിച്ചപ്പോൾ 45 വർഷം മുമ്പാണ് ഇങ്ങനൊരു ധ്യാനം ഇവിടെ നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ 100% എഫേർട്ട് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ മുഴുവൻ വിജയത്തിനും ശരിക്കും കോനൂർ ഇടവക മുഴുവനും നന്ദിയോടെ സ്മരിക്കേണ്ടത് നമ്മുടെ വികാരി അച്ഛനെയാണ്. കോനൂരുള്ള ഏകദേശം ഒരു 99% ആൾക്കാരിൽ പങ്കെടുത്തു. അത് വൻ വിജയമായിരുന്നു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങൾ വിൻസെഷൻ സഭയ്ക്ക് അടക്കം കൊടുക്കുന്നു. വികാരി അച്ഛന് കൊടുക്കുന്നു, ഇടവക ജനങ്ങൾക്ക് കൊടുക്കുന്നു, പാരിഷ് കൗൺസിലിന് കൊടുക്കുന്നു.